മലയാള സിനിമ 100 കോടി ക്ലബിലൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ കാലം മായ്ക്കാത്ത അഭിനയ പ്രതിഭ കൊണ്ട് അമ്പരപ്പിച്ച നല്ല കുറെ കലാകാരന്മാരെയും നമ്മൾ വിസ്മരിക്കുന്നുണ്ട്. നായകന്മാരെ മാത്രം നല്ല നടന്മാരായി എണ്ണുന്ന മലയാള സിനിമാ ലോകത്തിൽ മലയാള സിനിമയുടെ അച്ഛനായി അവതരിച്ചവൻ, നല്ല നടനെന്ന പേര് സമ്പാദിച്ചവൻ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അഭിനയത്തിലൂടെ ഓരോ നിമിഷവും പ്രേക്ഷകരെ അമ്പരപ്പിച്ച നടൻ, പട്ടാളത്തിൽ നിന്നും തട്ടകത്തിലേക്ക്, അവിടെ നിന്നും സിനിമയിലേക്ക്, സിനിമയിലെ സൂപ്പർ താരങ്ങളെ മുഖത്ത് നോക്കി വിമർശിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ കലാകാരൻ, പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ എന്ന മലയാളിയുടെ തിലകൻ. കേവലം സിനിമയിലെ ഡയലോഗിനുമപ്പുറം മലയാളി നെഞ്ചോട് ചേർത്ത പല സംഭാഷണങ്ങളും തിലകന്റേതായിട്ടുണ്ട്. അതിലൊന്നാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിൽ കൊച്ചുതോമ പറയുന്ന ഒരു ഡയലോഗ്. കൊച്ചുതോമായ തിലകൻ മകൻ റോയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്: ഇപ്പോഴാണ് നീയൊരു നായകനായതെന്ന്. അതിന് റോയ് തോമസ് പറയുന്ന മറുപടി, പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പൻ തന്നെയാണെന്നാണ്. മലയാളിയുടെ ഹൃദയത്തെ സ്പർശിച്ച ഡയലോഗാണിത്. സമാനതകളില്ലാത്ത അഭിനയ മികവുകൊണ്ട് നല്ല നടൻ എന്നും തിലകൻ തന്നെയാണ്. നായകൻ എന്ന ലേബൽ പതിക്കാതെ സിനിമയെ ഒന്നാകെ ചുമലിലേറ്റിയ അഭിനയകലയുടെ പെരുന്തച്ഛൻ എന്ന് തന്നെ വിളിക്കാം തിലകനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ പലതും മറ്റാരെയും തന്നെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതും. പെരുന്തച്ഛനിലെ തച്ചനും, കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന സിനിമയിലെ നടേശൻ മുതലാളിയും, മൂന്നാം പക്കത്തിലെ തമ്പി മുത്തശ്ശനും, സ്ഫടികത്തിലെ ചാക്കോമാഷും, പേടിത്തൊണ്ടനായ അനന്തൻ നമ്പ്യാരും, മൂക്കില്ല രാജ്യത്തെ ഭ്രാന്തനും ഒന്നിനൊന്നിന് വേറിട്ട കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. എല്ലാ ഫ്രെയിമിലും തിലകൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നാടകവേദിയെ പ്രകമ്പനം കൊള്ളിച്ച അഭിനയ തഴക്കത്തിൽ നിന്നാണ് തിലകന്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ. PJ ആന്റണിയുടെ PJ തിയേറ്റേഴ്സിന്റെ കീഴിൽ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ചു. അതേ PJ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിലൂടെ 1973 സുരേന്ദ്രനാഥ തിലകൻ എന്ന തിലകൻ ആദ്യമായി സിനിമയിലും എത്തി. 1981 ഇറങ്ങിയ കോലങ്ങളിൽ കല്ലുവർക്കി എന്ന കഥാപാത്രമാണ് തിലകനെ കാമ്പുള്ള വേഷങ്ങളിലേക്ക് നയിച്ചത്. പിന്നീട് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരവും തിലകൻ സ്വന്തമാക്കി. പഞ്ചവടിപ്പാലത്തിലെ പ്രതിപക്ഷ നേതാവും കാട്ടുകുതിരയിലെ കൊച്ചുവാവയും മുന്നോട്ടുള്ള യാത്രയിൽ തിലകന് കാമ്പുള്ള വേഷങ്ങളാണ് കൈമാറിയത്. നാടകവേദികളിൽ നിന്ന് ലഭിച്ച ശിക്ഷണമായിരുന്നു തിലകൻ എന്ന നടന്റെ ബലം തന്നെ. മകന്റെ കഴുത്തിലേക്ക് കത്തിയെറിയുന്ന പെരുന്തച്ഛൻ തിലകന് വേണ്ടി മാത്രം സൃഷ്ടിച്ച കഥാപാത്രമായിരുന്നു. അതുപോലെ ചാക്കോമാഷായി മലയാളത്തിൽ മറ്റാരെയും ഇനി സങ്കല്പിക്കാനുമാവില്ല. അങ്ങനെ തുടങ്ങിയ അഭിനയ മികവിന്റെ പല തലങ്ങളിലും കയറിയിറങ്ങി തിലകൻ എന്ന മഹാനടൻ. 2 തവണ അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡും ലഭിച്ചു. മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് 7 തവണയാണ് തിലകന് ലഭിച്ചത്. 2009 പത്മശ്രീ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. തിലകൻ എന്ന നടനെ അകറ്റി നിർത്തിയ കാലമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. സംഘടനകളോടും സൂപ്പർ താരങ്ങളോടും നേരെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹം മടിച്ചില്ല. ചോദ്യങ്ങളുടെ മൂർച്ച കൂടിയപ്പോൾ സിനിമാ ലോകത്തു നിന്ന് തന്നെ പടിയിറങ്ങേണ്ടി വന്നു. താരസംഘടനയായ അമ്മ പുറത്താക്കിയെങ്കിലും തിലകന്റെ ശരികളെ കാലം ശരിവെച്ചു. ഇന്ത്യൻ റുപ്പി, ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളിലൂടെ അദ്ദേഹം ശക്തമായി തിരിച്ചുവരവ് തന്നെ നടത്തി. തിലകനിലെ പ്രതിഭ മാഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു ഇന്ത്യൻ റുപ്പിയിലെ പ്രകടനം. മലയാള സിനിമയിൽ ഇനി ആരൊക്കെ വന്നാലും പോയാലും തിലകന്റെ സ്ഥാനത്തിനും ചെയ്തുവെച്ച കഥാപാത്രങ്ങൾക്കും അന്നും ഇന്നും പത്തര മാറ്റ് തന്നെയാണ്. കൈയടിക്കാൻ കുറേയേറെ കഥാപാത്രങ്ങൾ സമ്മാനിച്ച ശേഷമാണ് കാലം തിലകന് മുന്നിൽ കർട്ടനിട്ടത്. ഇന്നും ശക്തമായ കഥാപാത്രങ്ങളിലെ ശൂന്യതയിൽ ഓരോ മലയാളിയും ഒന്ന് ഓർത്തുപോകും തിലകൻ എന്ന മഹാപ്രതിഭയെ.